കണ്ണൂർ ആർളം ഫാമിലാണ് അവിടെ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയുടെ ചവിട്ടേറ്റ് കള്ളുചെത്ത് തൊഴിലാളി പ്രസാദിനാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. ആർളം 3-ാം ബ്ലോക്കിലാണ് ഇന്ന് പുലർച്ചെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആർളത്തെ സ്ഥിതി അത്യന്തം ഗൗരവതരമായി തുടരുന്നതിന്റെ വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ തുടർച്ചയായി നൽകുന്നത്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെക്കാൾ മുൻപേ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള പ്രദേശമാണ്. അവിടെയാണ് കള്ളിയത്ത് തൊഴിലാളിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന വിവരം ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് നൽകുന്നത്. ഫെലിക്സ്, 2 പേർക്ക് ജീവൻ നഷ്ടമായിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ഇതിപ്പോ എപ്പോഴാണ് സംഭവം ഉണ്ടായത്? അദ്ദേഹത്തെ ഏത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെ ആരോഗ്യസ്ഥിതി? ഇന്ന് രാവിലെയാണ് ആർളം ഫാമിലെ 3-ാം ബ്ലോക്കിൽ ഈ ഒരു പുഴയോട് ചേർന്ന ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ പ്രസാദിനെ കാണുന്നത്. കള്ളിയത്ത് തൊഴിലാളിയാണ്. ഇന്നലെ കള്ളിയെത്താൻ എത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആന ആക്രമിച്ചതാകാം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ പ്രസാദിനെ അന്വേഷിച്ച ആളുകൾ എത്തുകയും ഇവിടെ ഈ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയും ചെയ്യുകയാണ്. പിന്നീടാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വാരിയലിന് പൊട്ടലുണ്ട്, ഒപ്പം തന്നെ മുഖത്ത് പരിക്കുണ്ട്, സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒപ്പം ശ്വാസകോശത്തിന് പരിക്കുണ്ടോ എന്ന് സംശയമുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും അപകടനില തരണം ചെയ്തു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ഒട്ടേറെ പേർ താമസിക്കുന്ന സ്ഥലം തന്നെയല്ലേ ഇത്? രാവിലെ ജോലിക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിയപ്പോഴാണോ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? സാധാരണ അവിടെ ആന ഇറങ്ങാതിരിക്കാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവയൊക്കെ തകർത്തുകൊണ്ട് ആന ഇറങ്ങാറുമുണ്ട്. ഈ പ്രദേശത്ത് അങ്ങനെ ആന വരാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയ സ്ഥലമാണോ? അവിടെയാണോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്? രതീഷ്, ആർളം ഫാമിലെ 3-ാം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കാട്ടാനകൾ ധാരാളമുള്ള സ്ഥലമാണ്. അതായത് വന്യജീവി സങ്കേതത്തിൽ നിന്നും ഈ ആർളം ഫാമിനുള്ളിലെ 3-ാം ബ്ലോക്കിലേക്ക് സ്ഥിരമായി ധാരാളം ആനകൾ എത്താറുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഈ പുഴയോട് ചേർന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കള്ളുചെത്ത് തൊഴിലാളിയാണ്. കള്ളുചെത്ത് തൊഴിലിന് വേണ്ടി വന്ന് മടങ്ങി പോകുന്ന വഴിക്ക് ആന ആക്രമിച്ചതാകാം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരിക്ക് ഗുരുതരമാണ്, പക്ഷെ അപകടനില തരണം ചെയ്തു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നേരത്തെ ഈ പറയുന്ന ആർള ഫാമിൽ അവിടെ സ്ഥിരമായി ആന ഇറങ്ങുന്നുണ്ട്. എപ്പോഴും ആശങ്കയായി നിൽക്കുന്നതാണ് ആനയുടെ ആക്രമണങ്ങൾ. 2 പേർക്ക് ജീവൻ നഷ്ടമായിട്ട് അധികമായിട്ടില്ല. ഇപ്പോഴാണ് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്.